ഇന്ന് നമ്മൾ അമൃതവർഷിണി രാഗത്തിലുള്ള സിനിമാ പാട്ടുകളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അമൃതവർഷിണി രാഗം 66ാമത്തെ മേളകർത്ത രാഗമായ ചിത്രാംബരിയിലാണ് ജന്യം. അമൃതവർഷിണി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ വരുന്നത് സ ഗ മ പ നി സ സ നി പ മ ഗ സ സ ഗ മ പ നി സ സ നി പ മ ഗ സ ആണ് ആരോഹണ അവരോഹണങ്ങൾ വരുന്നത്. സ്വരസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഷഡ്ജം, അന്തരകാന്താരം, പ്രതിമധ്യമം, പഞ്ചമം, കാകലി നിഷാദം, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത്. പിന്നെ ഈ രാഗത്തിലുള്ള സിനിമാ പാട്ടുകൾ എന്ന് പറയാനായിട്ട് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ രവീന്ദ്രൻ മാഷിൻ്റെ ഒരു പാട്ടുണ്ട്. മാനം പൊന്മാനം കതിർ ചൂടുന്നു, മോഹം എൻ മോഹം തളിർ ചൂടുന്നു പറഞ്ഞിട്ടൊരു പാട്ട്. ജാലകം എന്ന സിനിമയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു തലം മാത്രം പിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. പിന്നെയുള്ളത് ഒരു മുത്തം മണിമുത്തം എന്നിട്ടുള്ള സിനിമയിലത്തെ രവീന്ദ്ര മാഷിൻ്റെ ദേവി നീൻ പൊൻവീണാനാദം, ദേവി നീൻ ആത്മാവിൻ രാഗം, കണിക്കൊന്ന പോത്തോ മലർക്കണിയായി മനസ്സിനി നീൻ വിഷുക്കണിയായി പോരോ നീൻ കൺകുളിരെ ഇതിലേ. ഈ ഒരു പാട്ട്. പിന്നെ മഴയത്തെ ഒരു പാട്ട്. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ വെള്ളാരം മുത്തും കൊണ്ടാകാശം പ്രേമത്തിൻ കൈക്കുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സിലോ മൃദംഗം ആഷാഢം പാടുമ്പോൾ. ഈ ഒരു പാട്ട്. പിന്നെ ശരത് സാറിൻ്റെ നല്ല പാട്ടുകാരെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ പാട്ടുണ്ട്. ആലാപം ആദിസായന്തനം പ്രണവം, ആലാപം ആദിസായന്തനം പ്രണവം ആണ് സിനിമാ പാട്ടുകൾ പറയാനായിട്ട്. പിന്നെ അമൃതവർഷൻ്റെ അകത്തുള്ള കുറച്ച് കൃതികൾ നോക്കാം നമുക്ക്. ആദ്യം തന്നെ പറയാനുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതി, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവാറുള്ള കൃതിയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ മഴ പെയ്പ്പിച്ചു എന്ന് കരുതപ്പെടുന്ന കൃതിയാണ്. ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി, ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി ഹരാതി പൂജിതേ ശിവേ ഭവാനി ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി. ഇങ്ങനെ പോകും കൃതി. അടുത്തത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതി തന്നെയാണ് മുത്തയ്യ ഭാഗവതരുടെ സുധാമയി സുധാനിധി, സുധാമയി സുധാനിധി സുമശരേക്ഷു കോദണ്ഡേ, സുധാമയി സുധാനിധി സുമശരേക്ഷു കോദണ്ഡേ, സുധാമയി സുധാനിധി സുമശരേക്ഷു കോദണ്ഡേ, സുധാമയി. ഇങ്ങനെ പോവും ഈ കൃതി. പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ് ത്യാഗരാജസ്വാമികളുടെ സരസേരുഹ നയനേ
സരസിജാസനേ ശരദിന്ദു നിഭവദനേ അംബ സരസീരുഹനയനേ സരസിജാസനേ ഈ ഒരു കൃതി. പിന്നെ സ്വാതി തിരുനാളിൻ്റെ ഒരു കൃതിയുണ്ട്. അഹനൈവ ജാനേ അഹനൈവ ജാനേ തുടങ്ങുന്ന ഒരു കൃതി. ദണ്ഡപാണി ദീക്ഷിതരുടെ ഒരു കൃതിയുണ്ട്. എന്നെ നീ മറവാതെ അങ്കയർ കണ്ണി എന്നെ നീ മറവാതെ അങ്കയർ കണ്ണി. പിന്നെ ബാലമുരളീകൃഷ്ണൻ സാറിൻ്റെ കുറച്ച് കൃതികളുണ്ട്. അതിലാദ്യത്തെ വിനായക സ്തുതിയാണ്. സിദ്ധിനായകേന സബലീകൃതോഹം വരസിദ്ധിനായകേന സബലീകൃതോഹം വരസിദ്ധിനായകേന. രണ്ടാമത്തെ കൃതി സാമഗാന സാർവഭൗമ സ്വാമി ത്യാഗരാജനാമ. മൂന്നാമത്തെ ഒരു വർണ്ണാണ്. ആബാലഗോപാലമൂ എന്നിട്ടൊരു വർണ്ണം. പിന്നെ അടുത്തത് പിന്നെ ഒരു ജതിസ്വരാണുള്ളത്. ഡോക്ടർ ഉമാറാമിൻ്റെയാണ്. സാനി പാമഗ സ നിസമഗ സാനി പാമഗ സ നിസമഗ പമനി പാമഗമ പനി സഗനി പാനി മാപഗമ പനി സാനി പാമഗ സ നിസമഗ. ഇങ്ങനെ പോവും ഈ ജതിസ്വരം. പിന്നെ ഒരു വർണ്ണമുള്ളത് യോഗ നരസിംഹൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രചയിതാവിൻ്റെ ഒരു വർണ്ണമാണുള്ളത്. മാഗുവ മാരുലു കോന ധീരവാഗ നേലു. ഇങ്ങനൊരു വർണ്ണമാണുള്ളത്. അടുത്ത കൃതി ഗുരു സുരജാനന്ദയുടെ ഒരു അമൃതവർഷത്തിലൊരു ശിവസ്തുതിയാണ്. ശ്രീ ഗൗരി മാതപുത്രം ശ്രീ ഗൗരി മാതപുത്രം ഗണേശം ശ്രീ ഗൗരി മാതപുത്രം ഗണേശം ശ്രീ ഗൗരി മാതപുത്രം ഗണേശം എന്നിട്ടൊരു കൃതിയാണുള്ളത്. അടുത്തത് ഞാൻ എഴുതിയ വരിക്ക് AJ ഗോപികൃഷ്ണൻ സാറ് ഈണം പകർന്ന ഒരു കൃതിയാണ്. ഗണപതി സരസ്വതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃതിയാണ്. സദാനന്ദാമൃത വർഷിണി സദാനന്ദാമൃത വർഷിണി വാണി സരസ്വതി സദാനന്ദാമൃത വർഷിണി പറഞ്ഞിട്ടുള്ളൊരു കൃതി. ഇത്രയൊക്കെയാണ് അമൃതവർഷത്തിലുള്ള ഒരു ചെറിയ കൃതികളും സിനിമാ പാട്ടുകളും അടങ്ങിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണിത്. ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.